പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ 1-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന്റെ സായുധ സേനയെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ സൈന്യം പ്രകടിപ്പിച്ച സമാനതകളില്ലാത്ത ധൈര്യവും കൃത്യതയും ദൃഢനിശ്ചയവും ഓരോ ഭാരതീയനും അഭിമാനമാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഒരു വർഷം മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ സായുധ സേന കാണിച്ച ധൈര്യം വാക്കുകൾക്ക് അതീതമാണ്. പഹൽഗാമിൽ നിരപരാധികളായ ഇന്ത്യക്കാരെ ആക്രമിക്കുവാൻ തുനിഞ്ഞവർക്ക് അവർ അർഹമായ മറുപടി നൽകി. ഭീകരതയെ പരാജയപ്പെടുത്തുവാനും അതിനെ പിന്തുണയ്ക്കുന്ന ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുവാനുമുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം ഇന്നും മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു. 2025 ഏപ്രിൽ 22-ന് കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായി 2025 മെയ് 7-ന് ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്ന് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9ഓളം ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. 100-ലധികം ഭീകരരെ വധിച്ചതായും ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളുടെ താവളങ്ങൾ തകർത്തതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ സിസ്റ്റം ഉൾപ്പെടെയുള്ള അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഈ ഓപ്പറേഷനിൽ ഇന്ത്യ വിജയകരമായി ഉപയോഗിച്ചു. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച ആത്മനിർഭർ കരുത്താണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പിന്നിലെന്ന് മോദി ചൂണ്ടിക്കാട്ടി. സേനകൾ തമ്മിലുള്ള മികച്ച ഏകോപനവും പ്രൊഫഷണലിസവും ഈ നീക്കത്തിലൂടെ ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ചിത്രം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്മരണാർത്ഥം മാറ്റിയിട്ടുണ്ട്. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സീറോ ടോളറൻസ് നയമാണ് ഇന്ത്യ പിന്തുടരുന്നതെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ വാർഷികാഘോഷം നൽകുന്നത്.